ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ചുവെന്ന വാർത്തയാണ് ഇന്ന് വെളുപ്പിന് വന്നത്. ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. സ്വത്ത് തർക്കത്തെ തുടർന്ന് മകൻ വിജയാണ് തീവച്ചതെന്ന് സംശയമുണ്ട്. ഇതിനെ തുടർന്ന് പോലീസ് ഈ മകനെ കസ്റ്റഡിയിലെടുത്തു. സ്വത്തിൻ്റെയും ധനത്തിൻ്റെയും മുന്നിൽ ഒന്നുമല്ലെന്ന് ചിന്തിക്കുന്ന ഒരുപാട് നല്ല പ്രിയപ്പെട്ട മക്കൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ഈ നാടിന് അപമാനം. ഇപ്പോൾ സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഇവരുടെ മോനാണ്. എന്ന് വെച്ചാൽ നമുക്ക് 5 മക്കളുള്ള ഉള്ളതിലെ ഒരാളാണ്. വിജയൻ എന്നാണ് ആളുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. അതിൻ്റെ പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും ഒരു പോകുന്നുണ്ട്. നമ്മൾ ചെയ്തെന്ന് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ്. അപ്പോൾ നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല. അപ്പം പുള്ളി നല്ല സംശയമുണ്ട്. കാരണം ഇതിൻ്റെ 2-3 ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ലിന് കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസുകാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ പുള്ളിയാ ചെയ്തെന്നാണ് നമുക്ക് സംശയം തോന്നുന്നത്. വിജയൻ എന്നാണ് ആളുടെ പേര്. ഈ ദുരന്തമുണ്ടായ വീടിന് മുന്നിൽ നിന്ന്, മാന്നാറിലെ ആ വസതിക്ക് മുന്നിൽ നിന്ന് മനീഷ് മഹിപാൽ തത്സമയം ചേരുകയാണ്. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, ആ മാന്നാറിൽ സത്യത്തിൽ ഈ തീയിട്ടത് മകൻ തന്നെയാണെങ്കിൽ ഈ മക്കൾ ഇങ്ങനെയൊക്കെ വൃദ്ധ ദമ്പതികളോട് ചെയ്യാൻ പാടുണ്ടോ, പേരൻസിനോട് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ബാക്കിയാകും. നിഷ്ഠൂരമായ ഒരു സമൂഹം വളരുന്നു എന്നുള്ളതിന് മറ്റൊരു ദൃഷ്ടാന്തമായി വേണമെങ്കിൽ ഇതിനെ കാണാനും കഴിയും. പറയൂ. SKN, ഇതൊരു സ്വാഭാവികമായിട്ടുണ്ടായ തീപിടുത്തം അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടമല്ല, മറിച്ച് ഇത് ഒരു കൊലപാതകത്തിന് വേണ്ടി, അതായത് അവരെ കൊലപ്പെടുത്താൻ വേണ്ടി മകൻ നടത്തിയ ഒരു തീയിട്ട് നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ആസൂത്രിത നീക്കമാണെന്ന് ഏതാണ്ട് പോലീസ് ഉറപ്പിക്കുകയാണ്. നിലവിൽ ഈ മകൻ വിജയനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വീടിന് തീപിടുത്തം ഉണ്ടാകുന്നത് ഏകദേശം ഇന്ന് പുലർച്ചെ 3:30 കൂടിയാണ്. ഈ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരുടെ ബന്ധു കൂടിയാണ് വീട്ടിൽ നിന്നും വലിയ രീതിയിൽ പുകയുയരുന്നത് കാണുന്നത്. ആ സമയത്ത് നാട്ടുകാരും പിന്നീട് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും ഇവിടെ എത്തി ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇത് അലൂമിനിയം ഷീറ്റ് തടി കൊണ്ടൊക്കെ തന്നെ നിർമ്മിച്ചൊരു വീടാണ്. വർഷങ്ങളായി ഇവർ ഇവിടെയാണ് താമസിക്കുന്നത്. പെട്ടെന്ന് ഒരു തീ വെച്ചാൽ, ആരെങ്കിലും തീ വെക്കുക അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് തീ കത്തിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ എത്രയും വേഗം കത്തിപ്പോകുന്ന തരത്തിലുള്ളൊരു സാധാരണക്കാർ താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഇവർ ഈ തീ കെടുത്തിയ ശേഷം അകത്ത് കയറുമ്പോൾ ഭാരതിയെയും രാഘവനെയും കാണുന്നത് കത്തിക്കരിഞ്ഞ നിലയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ വെച്ച് നടത്തേണ്ട എന്ന് പോലീസ് തീരുമാനിച്ച് മൃതദേഹം മാന്നാർ പോലീസ് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ മകൻ വിജയൻ എന്ന് പോലീസ് എവിടെയെന്ന് പോലീസ് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അയൽവാസികൾ ഈ സംഭവത്തിന് മുൻപും പിൻപും ഇയാളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഏകദേശം ഒരു അരമണിക്കൂർ മുൻപാണ് വിജയനെ മാന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നിലവിൽ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. ഈ കൊച്ചുമകൻ വിഷ്ണുവിന്റെ പ്രതികരണം അനുസരിച്ച് ഈ സംഭവം ചെയ്യാൻ കാരണം ചില സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു എന്ന് കൂടി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാർ തമ്മിൽ ഇവർക്ക് 5 മക്കളാണ് ഉണ്ടായിരുന്നത്. നേരത്തെ 3 മക്കൾ നേരത്തെ മരിച്ചു പോയിരുന്നു. ഈ വിജയനുമായി നിരന്തരം പ്രശ്നമുണ്ടായിരുന്നു. കഴിഞ്ഞ മാസവും വിജയൻ അച്ഛൻ രാഘവനെ ആക്രമിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് രാഘവനെ പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇന്ന് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് വിജയനോടുകൂടി പറഞ്ഞിരുന്നു പോലീസ്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് രാവിലെ 3:30 ഇവിടെ ഈ വീട്ടിന് തീപിടുത്തമുണ്ട്. ഈ സ്ഥലം ആലപ്പുഴ മാന്നാർ ചെന്നിത്തല കോട്ടമുറി ജംഗ്ഷന് പടിഞ്ഞാറ് വശമായിട്ടാണ്. നിരന്തരം ആളുകൾ പോകുന്ന റോഡിന്റെ സമീപത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും സമയത്താണ് തീപിടുത്തം ഉണ്ടായതെങ്കിൽ, ഒരു പക്ഷേ പുലർച്ചെ അല്ലാതെ പകൽ സമയങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായതെങ്കിൽ പൊടുന്നനെ തന്നെ ഈ തീ അണയ്ക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഈ സമയം 3:30 മണി സമയമായിരുന്നു. ഇതെങ്ങനെയാണ് തീ വെച്ചത്, മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് ആസൂത്രിതമായി തീ വെച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിജയനെ നിലവിൽ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ എന്താണ് നടന്നതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് എത്താൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഇവിടെയുള്ള ചില ആളുകൾ, ഈ തീപിടുത്തം കണ്ട ആളുകളിലേക്ക് തന്നെ, ചേട്ടാ ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്, എങ്ങനെ? രാവിലെ 3:30ക്കാണ് ഞാൻ കണ്ടത്. അതിന് കുറച്ച് സമയം മുമ്പായിരിക്കും നടന്നത്. അവർ അച്ഛനും അമ്മയും പുള്ളിയുടെ മകനും ഇവർ 3 പേരുമായിരുന്നു. വിജയനാണ് ഇവരുടെ മകനെ. പുള്ളിയായിട്ടെന്നാണ് ഞങ്ങളുടെ എല്ലാം സംശയം. അല്ല വേറെ ആരും അവർക്ക് എതിരാളിയില്ല, ഒരു പിണക്കമുള്ള ആരും ഇല്ല. ഞാനിവിടാണ്. അപ്പം ഈ വീട്ടിലെ അപ്പം വെളുപ്പിനെ ആയപ്പം ഭയങ്കര വെട്ടം വന്നു ജനലിലൂടെ, ഗ്ലാസ്സിനകത്ത്. ആ വെട്ടം വന്നപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരുണ്ട് ഇറങ്ങി നോക്കി വരണം. ഭയങ്കര തീയാളി കത്തുക. അത് കെടുത്താൻ ഒരു നിവർത്തിയില്ല. ഞാൻ അലർക്കം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോവുക, അല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ അവിടെ അപ്പുറത്ത് അമ്പലം മണിയുണ്ട്, അവിടെ ഹോസ് പൈപ്പ് ഉണ്ട്. അത് പൈപ്പ് വലിച്ചിട്ട് മോട്ടർ എൻ്റെ വീട്ടിലാണ് വെച്ചേക്കുന്നത്. ആ മോട്ടർ ഓണാക്കി കുറേയൊക്കെ ഞാൻ ഇവിടുന്ന് വെള്ളം അടിച്ചു.
അപ്പുറത്തെ വീട്ടിൽ ആ മധു എന്ന് പറഞ്ഞ ആൾ പുള്ളിയും കുറേ വെള്ളമൊക്കെ അടിച്ചു. അങ്ങനെ കുറേയൊക്കെ കെട്ട്. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് എല്ലാം വന്നു, പിന്നെ പോലീസും വന്നു. അങ്ങനെ നിലവിളിയൊന്നും അങ്ങനെ ഇല്ല. നിലവിളിയൊന്നും ഒരു സൗണ്ടും ഇല്ലായിരുന്നു. ആ തീയുടെ ആ കത്തുന്ന ആ സൗണ്ടല്ല, ഒരു സൗണ്ടും ഇല്ലായിരുന്നു. ഇതിന് മുമ്പ് എന്തെങ്കിലും അതിൻ്റെ തലേന്ന് അതായത് മെനഞ്ഞാന്ന് ആ പുള്ളിക്കാരൻ ആ അച്ഛനെ ഈ മകൻ തല്ലുകയും പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയായിരുന്നു. പിന്നെ പരാതിയും കൊടുത്തു. പോലീസ് പരാതി കൊടുത്തു. ദണ്ഡി വണ്ടിയല്ല മാനത്തെ പോലീസ് വന്നതും ഒക്കെയാണ്. ഇന്നലെ സ്വാഭാവികമായിട്ട് സൗണ്ട് ഒന്നും കേട്ടില്ല. ഇന്നലെ ഒന്നുമില്ല. ഇന്നലെ അവർ നേരത്തെ കിടക്കുകയും ചെയ്തു. ഇവർ 5 മക്കളാണ്. 5 പേരുടെ ഈ വസ്തു പ്രശ്നമൊക്കെയാണ്. അതിനകത്ത് ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ നോക്കാനും പോയിട്ടില്ല. ഇത്രയും എനിക്കറിയത്തുള്ളൂ. പിന്നെ അവർക്ക് ആഹാരം കൊടുക്കുന്നത് ഇവിടെ നമ്മളാണ് കൊടുക്കുന്നത്, അച്ഛനും അമ്മയ്ക്കും. മകന് അവിടെ വെപ്പുണ്ടോന്നും അറിയില്ല. അത് രാത്രിയിലൊക്കെ വരുന്നത്. എന്താണെങ്കിൽ ഇവിടെയുള്ള നാട്ടുകാരടക്കം ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. എല്ലാവരുടെയും ബലമായ സംശയം ഈ വിജയൻ തന്നെയാണ് ഈ ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടാക്കി തീ വെച്ചതെന്നാണ്. ഈ വീട്ടുകാർക്ക്, അതായത് ഈ ഭാരതിക്കും രാഘവനും ആഹാരം പോലും കൊടുത്തിരുന്നത് സമീപത്തെ വീടുകളിൽ താമസിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ തമ്മിൽ സ്വത്ത് തർക്കം വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. 5 മക്കളിൽ 3 പേർ നേരത്തെ മരിച്ചു പോയതാണ്. അവശേഷിക്കുന്നത് ഈ 60 വയസ്സുകാരൻ മകൻ വിജയനും മറ്റൊരു മകളും മാത്രമാണ്. ഇവരെ ഈ 2 മക്കളും നോക്കിയിരുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് 3:30 തന്നെ ഇവരത് അറിയുമ്പോൾ പക്ഷേ മറ്റ് ശബ്ദമോ ബഹളമോ നിലവിളിയോ ഒന്നും കേട്ടിരുന്നില്ല. എന്നർത്ഥം അതിനും മുൻപേ തന്നെ തീപിടുത്തം ഉണ്ടായി. ഒരു പക്ഷേ ഈ തീപിടുത്തത്തിന് മുൻപ് ഇവരെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ച് ഈ വീട്ടിനുള്ളിൽ കിടത്തിയ ശേഷമാണോ തീ വെച്ചതെന്നുള്ള സംശയം കൂടിയുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായി വീടിന് തീ വെച്ചാൽ ഇവർ സ്വാഭാവികമായും ഉണരുകയും നിലവിളിക്കുകയും ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ മയക്കി കിടത്തുകയോ ഏതെങ്കിലും രീതിയിൽ തലക്കടിച്ച് കിടത്തുകയോ ചെയ്ത ശേഷമായിരിക്കാം തീ വെച്ചെന്നുള്ള സംശയമുണ്ട്. എന്നാൽ വിജയനെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അയാൾ കുറ്റസമ്മതം നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ തീ വെച്ചതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് തീ വെച്ചതെന്നും അടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. SKN. ഓക്കെ, മനീഷ് മോഹിബാലാണ് വിവരങ്ങൾ നൽകിയത്.